ശിവഗംഗ തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ നാട്ടുരാജ്യമാണ്. വർഷം 1772 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്കോട്ട് നവാബുമായി ചേർന്ന് ശിവഗംഗയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. മുത്തുവടുകനാഥ തേവർ എന്ന രാജാവാണ് ശിവഗംഗയുടെ ഭരണാധികാരി. യുദ്ധത്തിന്റെ കാരണം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും അത് വളർത്തി ഇടയ്ക്ക് വീഴുന്ന ചോര നക്കാനുള്ള വെള്ളക്കാരുടെ കുറുക്കൻ ബുദ്ധിയും. കാളയാർ കോവിൽ എന്ന സ്ഥലത്ത് നടന്ന യുദ്ധം അതിഭീകരമായിരുന്നു. 6000-ഓളം വരുന്ന നവാബിന്റെ സൈന്യം, അവർക്ക് നേതൃത്വം നൽകാൻ തോക്കുധാരികളായ 2 ബറ്റാലിയൻ ഇംഗ്ലീഷ് പട്ടാളം, മറുവശത്ത് മുത്തുവടുകനാഥ തേവർ നയിക്കുന്ന ശിവഗംഗയുടെ പോരാളികൾ. അവർ എതിരാളികളെക്കാൾ എണ്ണത്തിൽ കുറവാണ്. പക്ഷെ ഇംഗ്ലീഷ് പട്ടാളം നിന്നു വിയർക്കുകയാണ്. അനായാസം കൈക്കലാക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന കാളയാർ കോട്ടയിലേക്ക് യുദ്ധം തുടങ്ങി 2 പകലുകൾ കഴിഞ്ഞിട്ടും അവർ കടക്കാൻ സാധിക്കുന്നില്ല. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഊറ്റമുണ്ട്, വെടിമരുന്നുണ്ട്, തോക്കുണ്ട്, ആൾബലമുണ്ട്. എന്നിട്ടും ഒരു നാട്ടുരാജ്യത്തിന്റെ സൈന്യത്തിന് മുന്നിൽ അവരിങ്ങനെ വിയർക്കുന്നത് എന്താണ്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ശിവഗംഗയിലെ സൈന്യത്തിന് നേതൃത്വം നൽകുന്നത് മുരുത്തു സഹോദരങ്ങളാണ്. ചിന്നമുരുതവും പെരിയുമാണ്. 2 ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ശിവഗംഗയിലെ പോരാളികളുടെ കയ്യിൽ വളരെയുണ്ട്. ഇങ്ങനെ ഒരു ആയുധത്തെ നേരിടാൻ തങ്ങളുടെ കയ്യിൽ തോക്ക് മതിയാവില്ല എന്ന ഒരു ഭയത്താൽ കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ നിരോധിച്ച മാരകായുധം. ഒരിടത്തു നിന്ന് എറിഞ്ഞാൽ പറന്നു ചെന്ന് ശത്രുവിനെ കഴുത്തെടുത്ത് എറിഞ്ഞ ആളുടെ കയ്യിൽ തിരിച്ചെത്തുന്ന ഇന്ത്യൻ ബൂമറാങ് നമ്മൾ പറയുന്നത് അധികം ആരും കേട്ടില്ലാത്ത വളറി എന്ന ആയുധത്തിന്റെ കഥയാണ്. ആ കഥ പറയണമെങ്കിൽ നമ്മൾ മുരുത്തു സഹോദരങ്ങളുടെ കഥയാണ് ആദ്യം അറിയുന്നത്.